ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഓഫീസ് ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു ഓഫീസ് ബിൽഡിങ്ങിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എസ്റ്റിമേഷൻ കാണുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതുവരെയുള്ള ഒരു 6-7 വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൻ്റെ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് കാണുന്നതും അതിൻ്റെ ഫിനിഷിംഗ് വർക്ക് ചെയ്യുന്നതും വരെയുള്ള എസ്റ്റിമേഷൻ വർക്കുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇൻ കേസ് ഒരു ഓഫീസ് ബിൽഡിങ് അല്ലെങ്കിൽ വരാന്ത ഉൾപ്പെടുന്ന ഒരു ചെറിയൊരു ബിൽഡിങ്ങിൻ്റെ പ്ലാൻ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് കാണാം എന്നുള്ളതാണ്. നമുക്ക് ആദ്യം ഈ പ്ലാൻ ഒന്ന് അനലൈസ് ചെയ്യാം. മീൻസ് ഈ പ്ലാനിൽ എന്തൊക്കെയാണ് തന്നേക്കുന്നത്, അതേപോലെ തന്നെ എവിടേക്കാണ് ഡയമെൻഷൻസ് ഡിഫറൻസ് ഉള്ളത്, ഈ വക കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് പ്ലാനിനെ കുറിച്ച് തന്നെ പറയാം. ഓക്കെ, അപ്പോൾ പ്ലാനിൽ എന്താണ്, ഫസ്റ്റ് ഇവിടുന്ന് തൊട്ട് ഇത്രയും പോർഷൻ എന്ന് പറയുന്നത് എന്താണ്, വരാന്തയാണ്. അപ്പോൾ ഈ വരാന്തയുടെ ഒരു വോളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പാർട്ടീഷൻ വോളാണ്. അപ്പോൾ ഈ പാർട്ടീഷൻ വോള് ആവുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് എന്ത് കൊടുക്കണ്ട, ഇത് കണ്ടോ, ഇവിടെ ഇപ്പോൾ നമുക്ക് ഗ്രൗണ്ട് ലെവലിൻ്റെ താഴെ വരെ പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റിങ്ങും അതേപോലെ റാൻഡം റബിൾ മേസൺറി വർക്കും ചെയ്യണം വേണ്ടേ. പക്ഷേ ഒരു പാർട്ടീഷൻ വോളാവുമ്പോൾ എന്താണ് അവിടെ പിന്നെ കേസ് മാറി. അവിടെ എന്താണ്, നമുക്ക് പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റിങ് കൊടുത്തു കഴിഞ്ഞാലും പിന്നെ എന്ത് ചെയ്യണ്ട, ഒരു നമ്മൾ തന്നെ ആലോചിക്കുക, അപ്പോൾ ഒരു പാർട്ടീഷൻ വോൾ കൊടുക്കുമ്പോൾ നമ്മളൊരു മെയിൻ വോള് കൊടുത്തതിന് ശേഷം അല്ലെങ്കിൽ പെയിൻ വോൾ കൺസ്ട്രക്ഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് പാർട്ടീഷൻ വോൾസ് കൊടുക്കാവുന്നതാണ്. കാരണം എന്താണ്, അതിനൊരു പ്രോപ്പർ ഫൗണ്ടേഷൻസ് ആവശ്യമില്ല. അപ്പോൾ എന്താണ്, അവിടെ ഫൗണ്ടേഷനിൽ ഡിഫറൻസ് വരും. ഇനി അടുത്തത് നമ്മൾ വരാന്തനെ കുറിച്ച് പറയുകയാണെങ്കിൽ വരാന്തൻ്റെ ഈ പോർഷനിൽ എന്തില്ല, ഒരു വോളിൻ്റെ സൂപ്പർ സ്ട്രക്ചർ പോർഷൻ വരുന്നില്ല. നമ്മളൊക്കെ വരാന്ത നോക്കിയാൽ അറിയാം. ആ ഒരു പോർഷന് നമ്മൾ ഡ്വാർഫ് വോൾ അല്ലെങ്കിൽ DWARF ഡ്വാർഫ് വോൾ എന്നാണ് പറയുന്നത്. ഓക്കെ, അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് എന്താണ്, നമുക്ക് വോളില്ല. അപ്പോൾ ഇല്ലാത്ത വോളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതാണ് വരാന്തേനെ കുറിച്ച് പറയാനുള്ളത്. ദെൻ വരാന്തയിൽ നിന്ന് പാർട്ടീഷൻ വോൾ വഴിയുള്ള എൻട്രൻസ് എന്ന് പറയുന്നത്, പാർട്ടീഷൻ വോൾ വഴിയുള്ള എൻട്രൻസ് എന്ന് പറയുന്നത് ബാത്റൂം ആൻഡ് വാട്ടർ ക്ലോസറ്റിലോട്ടാണ്. ദെൻ വരാന്തയിൽ നിന്ന് D1 വഴിയുള്ള ഒരു പാത്ത് എന്ന് പറയുന്നത് റൂമിലോട്ടാണ്. ആ റൂമിൻ്റെ ഡയമെൻഷൻ 6x3.6 മീറ്റേഴ്സ് ആണ്. അതിലെന്താണ്, 2 വിൻഡോസ് വരുന്നുണ്ട്. W1ൻ്റെ 2 വിൻഡോസ് വരുന്നുണ്ട്. ഇവിടെ വേറൊരു വിൻഡോ വരുന്നുണ്ട്. അങ്ങനെ 3 വിൻഡോസ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു കബോർഡ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഷെൽഫ് വരുന്നുണ്ട്. പിന്നെന്താണ്, ഇവിടെ ഒരു വിൻഡോ വരുന്നുണ്ട്. അങ്ങനെ ഇത്രയും പോർഷൻസാണ് എന്തിലുള്ളത്, ഈ ബിൽഡിങ്ങിലുള്ളത്. ഓക്കെ, അപ്പോൾ ഈ റൂമിൻ്റെ അല്ലെങ്കിൽ ഈ പ്ലാന് ഇതുപോലെ തന്നെ സെക്ഷൻ എടുത്തേക്കുന്നതാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വോളിൻ്റെ ക്രോസ് സെക്ഷനാണിത്, ഈ വോളിൻ്റെ ക്രോസ് സെക്ഷനാണിത്, ഈ വോളിൻ്റെ ക്രോസ് സെക്ഷനാണിത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ക്രോസ് സെക്ഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എസ്റ്റിമേഷൻ്റെ ഡീറ്റെയിലിംഗ് എടുക്കുമ്പോൾ നമ്മൾ ഇതിലേതെങ്കിലും ഒരു സെക്ഷൻ അങ്ങ് കൺസിഡർ ചെയ്യാറാണ് പതിവ്. ഇനി ഇവിടെ കാണിച്ചേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റെപ്പിൻ്റെ പോർഷൻ വരുന്ന ആ ഒരു ഭാഗത്തിൻ്റെ സെക്ഷനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ 2 സ്റ്റെപ്പ് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്ലാനിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ പ്ലാനിൽ പിന്നെ നമുക്കിവിടെ ഡോസിൻ്റെ അതേപോലെ തന്നെ വിൻഡോസിൻ്റെ, അതിൻ്റെ സ്റ്റെപ്സിൻ്റെ, ഷെൽഫിൻ്റെ ഒക്കെ ഡയമെൻഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് വേണം നമുക്ക് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് കാണാൻ. ആക്ച്വലി ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതിനേക്കാളും സിമ്പിളായിട്ടുള്ളൊരു എസ്റ്റിമേഷനാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഗൈഡ് ലൈൻ ആയിട്ട് മാത്രമാണ് നിങ്ങൾക്ക് ഈ എസ്റ്റിമേഷൻ പറഞ്ഞു തരുന്നത്. അതിൻ്റെ കാൽക്കുലേഷൻസും പല ക്വാണ്ടിറ്റീസും ഞാൻ ബ്ലാങ്ക് ആക്കി ഇട്ടേക്കുന്നത് നിങ്ങൾ സ്വയമേ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള ഇത് മാത്രമേ ഞാൻ പറഞ്ഞു തരുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾ വേണം ഇതിലെന്ത് ചെയ്യാൻ പറ്റില്ല, ക്വാണ്ടിറ്റീസ് കണ്ടുപിടിക്കാനും ക്വാണ്ടിറ്റി എഴുതാനും വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ഗൈഡ് ലൈൻ മാത്രമാണ് ഞാൻ തരിക. നിങ്ങൾ സ്വന്തമായി ചെയ്യുന്നൊരു വർക്ക് പോലെ വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്.
ഓക്കെ. അപ്പോൾ നമുക്ക് എർത്ത് വർക്ക് എക്സ്കവേഷൻ ഫോർ ഫൗണ്ടേഷൻസ്. അപ്പോൾ ഫൗണ്ടേഷൻ്റെ എർത്ത് വർക്ക് വരുമ്പോൾ നമ്മളെന്താണ് ഇതിനകത്ത് മെയിൻ വോളിൻ്റെത് വേറെ കാണണം, ബാത്റൂം വാട്ടർ ക്ലോസറ്റിൻ്റെ വേറെ കാണണം, വരാന്തയുടെ ഷോർട്ട് വോളിൻ്റെത് വേറെ കാണണം. കാരണം അതൊരു പാർട്ടീഷൻ വാളാണ്. ദെൻ ഡോർഫ് വാൾ എന്താണ്, നമ്മൾ പറഞ്ഞു വരാന്തയുടെ ഫ്രണ്ടിലുള്ള ഡോർഫ് വാൾ, ദെൻ സ്റ്റെപ്സ്. ഇത്രയും പോർഷൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, എർത്ത് വർക്ക് എക്സ്കവേഷൻ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഡയമെൻഷനിങ് എങ്ങനെയാണ് പോവുക? ആദ്യം നമുക്ക് മെയിൻ വാൾസ് എടുക്കാം, അതായത് എക്സ്റ്റീരിയർ വാൾസ്. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സ്റ്റീരിയർ വാൾസ് വരിക അല്ലേ, ഇത്രയും പോർഷൻ. അപ്പോൾ ഇതിൻ്റെ നമ്മൾ എന്ത് ചെയ്യും, സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എടുക്കും. അതായത് ഇപ്പോൾ വാൾ തിക്നെസ് 30 സെൻറ്റിമീറ്ററാണ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് 0.3 എടുക്കും, ദെൻ ഇങ്ങോട്ട് 2.5. ഈ പാർട്ടീഷൻ വാളിൻ്റെ ഡയമെൻഷൻ എത്രയാണെന്നുണ്ടെങ്കിൽ അത് 0.3 ആയതുകൊണ്ട് ഇത് 0.15 എങ്ങാനും ആവാനാണ് സാധ്യത. ദെൻ പിന്നെന്താണ് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ്, വരാന്തയുടെ ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ്. ഇനി ഇതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഭാഗത്തുനിന്ന് എടുക്കാവുന്നേ ഉള്ളൂ. ഈ 0.3, പിന്നെ ഇങ്ങോട്ട് 6 മീറ്റേഴ്സ്, ഈ 0.3. അപ്പോൾ നമുക്ക് എന്താണ് ഈ ഭാഗത്ത് ഡയമെൻഷൻ കിട്ടും. ഇതുപോലത്തെ എത്ര ഡയമെൻഷനിങ് ഉണ്ട്, 1 2 3. ഓക്കെ. അപ്പോൾ എന്താണ് ഇവിടുത്തെ ഒരു ഡയമെൻഷൻ എടുത്തിട്ട് ഇൻറ്റു 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് മെയിൻ വാൾസ് കിട്ടും. ഓക്കെ. ദെൻ അടുത്തത് എന്താണ്, നമുക്ക് മെയിൻ വാൾസ് ആക്കിയിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾ ടുഗദർ എടുക്കാം. എങ്ങനെ, നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ 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 ഡിസ്റ്റൻസ് കാണാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്താണ് അങ്ങനെയും വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിൻ്റെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് മെയിൻ വാൾസിൻ്റെ എക്സ്കവേഷൻസ്, ദെൻ അടുത്തത് ബാത്റൂം അല്ലെങ്കിൽ വാട്ടർ ക്ലോസറ്റിൻ്റെ അതായത് ഈ പോർഷൻസിൻ്റെ എർത്ത് വർക്ക് എക്സ്കവേഷൻ. അപ്പോൾ അതെന്താണ് 1 ആണ് വരിക. ദെൻ എന്താണ് അതിൻ്റെ ടോട്ടൽ ലെങ്ത്ത്, ആ ഭാഗത്തിൻ്റെ ടോട്ടൽ ലെങ്ത്ത് വരുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ വരുന്ന ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ എന്താണ് ഒരു T ജംഗ്ഷൻ വരുന്നുണ്ട്, കണ്ടോ, ഇങ്ങനൊരു T ജംഗ്ഷൻ വരുന്നുണ്ട് ഇല്ലേ. അപ്പോൾ എന്താണ് ഇവിടെ ഇങ്ങനൊരു T ജംഗ്ഷൻ ഉണ്ട്, ദെൻ അടുത്തൊരു T ജംഗ്ഷൻ ഇവിടെയും വരുന്നുണ്ട്. അപ്പോൾ ഈ ബിൽഡിങ്ങിനകത്ത് 2 T ജംഗ്ഷൻസ് വരുന്നതുകൊണ്ട് മെയിൻ വാൾസിൻ്റെ ഡയമെൻഷൻ അവിടെ നിൽക്കട്ടെ, നമ്മൾ എന്ത് ചെയ്യണം, ബാത്റൂം ആൻഡ് വാട്ടർ ക്ലോസറ്റിൻ്റെ ആകുമ്പോൾ അതിൻ്റെ T ജംഗ്ഷൻസ് 2 എണ്ണമാണ്. അപ്പോൾ ലെങ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ടോട്ടൽ ലെങ്ത്ത് 8.2 ആണ്. അതായത് ടോട്ടൽ സെൻറ്റർ ലൈൻ ലെങ്ത്ത് നമ്മൾ കണ്ടുപിടിച്ചത് 8.2 ആണ് എന്നുണ്ടെങ്കിൽ അത് മൈനസ്, അതായത് TCLL മൈനസ് n/b/2. അപ്പോൾ എന്താണ്, എങ്ങനെയാണ് B നമുക്ക് 0.8 വന്നത് ഇവിടെ, ഇതാണ് n/b/2 എന്ന് വരുന്ന പോർഷന്. എങ്ങനെയാണ് ഇവിടെ നമുക്ക് b/2 വന്നത്, എങ്ങനെയാണ്, ഇവിടെ കണ്ടോ, ഇത് 80 സെൻറ്റിമീറ്റർ അല്ലേ, അതാണ് എന്ത് കൊടുത്തിട്ടുള്ളത്, ഇവിടെ 0.8 കൊടുത്തിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ നമുക്കെന്താണ്, നമുക്ക് T ജംഗ്ഷൻസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഇവിടുത്തെ ഡയമെൻഷൻസ് എഴുതാം. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് വരും, 7.25 ആണ് ലെങ്ത്ത് എന്ന് വരും. പിന്നെന്താണ് അതിൻ്റെ വിഡ്ത്ത് ഡെപ്ത്തും നമ്മൾ എഴുതുക, ദെൻ മൾട്ടിപ്ലൈ ചെയ്യുക. അടുത്തത് വരാന്തയുടെ ഷോർട്ട് വോള്. വരാന്തയുടെ ഷോർട്ട് വോള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വരാന്തയുടെ ഷോർട്ട് വോള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഈ പോർഷനാണ് വരിക, കണ്ടോ, ഇതാണ് വരാന്തയുടെ ഷോർട്ട് വോള് അല്ലേ. അപ്പോൾ വരാന്തയുടെ ഷോർട്ട് വോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോർഷൻ വരും. അതുകൊണ്ടാണ് ഇവിടെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എടുത്തപ്പോൾ 2.5ൻ്റെ 2 സൈഡിൽ നിന്നുള്ള സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എടുത്തപ്പോൾ 2.7 വന്നു. അതിൻ്റെ വിഡ്ത്തും ഡെപ്ത്തും എന്താണ് 0.8ഉം 0.9ഉം. ഓക്കെ. അപ്പോൾ എന്താണ് ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ 0.8ഉം 0.9ഉം ആണ് വരിക. ഞാൻ എഴുതിയതിൽ ചെറിയ കറക്ഷനാണ്, അത് നിങ്ങൾ മാറ്റി എഴുതുക. ഓക്കെ. 0.6 അല്ല, 0.8ഉം 0.9ഉം തന്നെയാണ് വരിക. നിങ്ങൾ ചേഞ്ച് ചെയ്ത് എഴുതുക കേട്ടോ, മാറിപ്പോകണ്ട. ഇനി അടുത്തത് എന്താണ്, ഡോർഫ് വോൾ എടുക്കുക. അപ്പോൾ ഡോർഫ് വോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ പോർഷനാണ് ഡോർഫ് വോൾ വരിക. അപ്പോൾ അതിലും നമ്മൾ എന്ത് ചെയ്യുക, T ജംഗ്ഷൻസിൻ്റെ റൂൾ അപ്ലൈ ചെയ്യുക. ദെൻ എന്താണ് അതിൻ്റെ 3.65 മൈനസ് 0.8/2 മൈനസ് 0.6/2 എന്നാലാണ് നമുക്ക് എന്ത് വരിക, 2.95 കിട്ടുക. ഓക്കെ. ദെൻ എന്ത് ചെയ്യാം, ആ ഡോർഫ് വാളിൻ്റെ ഡയമെൻഷൻസ്, അതായത് ആ ഡോർഫ് വാൾ വരുന്ന പോർഷൻസിലുള്ള വിഡ്ത്തും ഡെപ്ത്തും നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ എഴുതി കൊടുക്കാം. ദെൻ അടുത്തത് നമ്മൾ എന്താണ് സ്റ്റെപ്സ് എടുക്കുക. സ്റ്റെപ്സിൻ്റെ പോർഷൻ നിങ്ങൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. ഇതുപോലത്തെ ഒരു കേസിൽ നമ്മൾ സ്റ്റെപ്സ് ആഡ് എക്സ്ട്രാ എന്ന് കൊടുത്തിട്ട് അങ്ങ് ചെയ്യാറാണ് പതിവ്. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ചെയ്യാം. അടുത്തത് എർത്ത് വർക്ക് ഫില്ലിംഗ് ഇൻ പ്ലിന്ത്.
ഇത് ഞാൻ എങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു ബാക്കിയെല്ലാം. ഓക്കെ, അപ്പോൾ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്ത് വർക്ക് ഫില്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മണ്ണ് ഫില്ല് ചെയ്യണം, ഇവിടെ മണ്ണ് ഫില്ല് ചെയ്യണം, ഇതിൻ്റെ ഉള്ളിലും മണ്ണ് ഫില്ല് ചെയ്യണം വേണ്ടേ. അപ്പോൾ ഇതിൻ്റെ മൂന്നിൻ്റെ ഇന്നർ ഡയമെൻഷൻസാണ് നമുക്ക് മണ്ണ് ഫില്ല് ചെയ്യാൻ വേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, അതിൻ്റെ ഓൾ ടുഗദർ ലെങ്ത്ത് കണ്ടുപിടിക്കാം, അതല്ലേ വേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, അതിൻ്റെ ലെങ്ത്ത് എങ്ങനെ കാണേണ്ടത് നോക്കാം. ഓക്കെ, അപ്പോൾ റൂം എടുക്കാം. അപ്പോൾ റൂം എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ റൂം എടുക്കുക. റൂമിൻ്റെ ഡയമെൻഷൻ നമുക്കറിയാം, ലെങ്ത്ത് 6 മീറ്ററാണ്, വിഡ്ത്ത് 3.6 ആണ്, ഹൈറ്റ് 0.38 നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഇതിൽ മണ്ണ് ഫില്ല് ചെയ്യുന്നത്. അതായത് 0.375 എന്നപ്പോൾ ഇവിടെ കണ്ടോ 0.375. അതെങ്ങനെ കിട്ടിയെന്നൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഡ്രോയിങ് നോക്കാം, മുന്നത്തെ എക്സാമ്പിൾ നോക്കാം. ഇതുപോലെ തന്നെ നമ്മൾ ബാത്റൂം വാട്ടർ ക്ലോസറ്റ് എടുക്കുക. ഇതിലും നമ്മൾ എന്ത് ചെയ്യുക, സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, അതിൽ 2.5 എന്നുള്ള വാല്യൂ കിട്ടും. ദെൻ എന്താണ് അതിൻ്റെ വിഡ്ത്ത് 2.5, ദെൻ മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ വരാന്തയുടെ ഷോർട്ട് വാൾ എടുക്കുക, അതും എന്ത് ചെയ്യുക 3.4 2.5 ആണ്. ഇവിടെയും ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, അത് നിങ്ങൾ ശരിയാക്കുക. 2.5 2.5, ഇവിടെ ഞാൻ 2.35 2.4 ആണ് എഴുതിയിട്ടുള്ളത്, അത് നിങ്ങൾ കറക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ എർത്ത് വർക്ക് ഫില്ലിങ്. അടുത്തത് ക്വാണ്ടിറ്റി ഓഫ് PCC, അതായത് പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് ക്വാണ്ടിറ്റി ഓഫ് PCC എടുക്കാം. അപ്പോൾ ഇതിലെന്താണ്, മെയിൻ വാൾസിൻ്റെ അവിടെ, ബാത്റൂം വാട്ടർ ക്ലോസറ്റിൻ്റെ അവിടെ, വരാന്തയുടെ ഷോർട്ട് വാള്, പിന്നെ ഡോർഫ് വാള്, സ്റ്റെപ്സ്, ഇവിടെയൊക്കെ എന്താണ് പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളതെന്നുള്ളതും അതിൻ്റെ ലെങ്ത്ത് എങ്ങനെയാണ് എന്നുള്ളതും കണ്ടുപിടിച്ചതെന്നുള്ളതും ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റിങ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ എർത്ത് വർക്ക് എക്സ്കവേഷൻ്റെ കാര്യം പറയുമ്പോൾ ഗ്രൗണ്ട് ലെവലിലുള്ള ഫുള്ളായിട്ടുള്ള ഡിസ്റ്റൻസ് പറയും ഇല്ലേ. പക്ഷേ നമ്മൾ പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റിങ് ചെയ്യുമ്പോൾ എന്താണ് വരുന്നത്, ഇത്രയും പോർഷനിലാണ് പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റിങ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ വരാന്തൻ്റെ പോർഷനിലുള്ള ഫൗണ്ടേഷൻ്റെ പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റിംഗ് ആണ്. അതേപോലെ ഇപ്പോൾ ഇത് പാർട്ടീഷൻ വോളാണ്, ഇവിടെ പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റിംഗ് ആകുമ്പോൾ ഡയമെൻഷൻ മാറി. അതേപോലെ തന്നെ ഈ ഫൗണ്ടേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും എന്താണ് പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റിംഗ് ആകുമ്പോൾ ഡയമെൻഷൻ ചേഞ്ചായി. ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അടുത്തത് RR മേസൺറി, അതായത് റാൻഡം റബിൾ മേസൺറി. ഇതിൽ റാൻഡം റബിൾ മേസൺറിയിൽ നമ്മൾ ഫസ്റ്റ് നമുക്കറിയാം എല്ലാ വോൾസിനും എന്തുണ്ട്, ഇവിടെ ഫൂട്ടിങ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഡ്രോയിങ് എടുക്കുകയാണ്, അപ്പോൾ ഇതിൽ നമുക്കറിയാം ഇതാണ് നമ്മളെ മെയിൻ വോള് അല്ലേ. അപ്പോൾ ഈ മെയിൻ വോളിനൊരു ഫൂട്ടിംഗ് ഉണ്ട്, അതിലെന്താണ് ഫസ്റ്റ് ഫൂട്ടിംഗ് ഉണ്ട്, സെക്കൻഡ് ഫൂട്ടിംഗ് ഉണ്ട്, അല്ലെങ്കിൽ പ്ലിന്തിനോട് ചേർന്നൊരു പോർഷൻ ഉണ്ട്. അതേപോലെ തന്നെ എന്താണ് ഈ ബാത്റൂം വാട്ടർ ക്ലോസറ്റിൻ്റെ അവിടെ എന്തുണ്ട്, നമുക്കൊരു ഫൂട്ടിംഗ് ഉണ്ട്, അതിൽ ഫസ്റ്റ് ഫൂട്ടിംഗ് ഉണ്ട്, സെക്കൻഡ് ഫൂട്ടിംഗ് ഉണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡയമെൻഷൻസ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളെന്ത് ചെയ്യാം, അത് വെച്ചിട്ട് ഇപ്പോൾ ഞാൻ ഇവിടെ ബോൾഡാക്കിയത് ഈ മെയിൻ വോള്. അപ്പോൾ അത് മെയിൻ വോളിൻ്റെ ഫസ്റ്റ് ഫൂട്ടിങ്, സെക്കൻഡ് ഫൂട്ടിങ് അപ് ടു പ്ലിന്ത്. ഞാൻ ക്വാണ്ടിറ്റീസ് ഇവിടെ എഴുതിയിട്ടുണ്ട്, എന്തെങ്കിലും കറക്ഷൻ ഉണ്ടോ നിങ്ങൾ നോക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക, ക്വാണ്ടിറ്റി കാണുക. ദെൻ ബാത്റൂം വാട്ടർ ക്ലോസറ്റ്, അതിൻ്റെ ഫസ്റ്റ് ഫൂട്ടിങ് അപ് ടു പ്ലിന്ത്. ഇതെന്തുകൊണ്ടാണ് ഈ ബാത്റൂം വാട്ടർ ക്ലോസറ്റിൻ്റെ അവിടെ സെക്കൻഡ് ഫൂട്ടിങ്ങിൻ്റെ പോർഷൻ വരാഞ്ഞത്, അത് എന്തുകൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ ബാത്റൂം വാട്ടർ ക്ലോസറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ 2 ഫൂട്ടിങ് വന്നിട്ടുണ്ട്, എവിടെ മെയിൻ വോളിൻ്റെ അവിടെ. പക്ഷേ ഈ ബാത്റൂം വാട്ടർ ക്ലോസറ്റിൻ്റെ അവിടെ ആകെ ഒരു ഫൂട്ടിങ് അല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണ്ട, അവിടെ ഫസ്റ്റ് ഫൂട്ടിങ്ങിൻ്റെ കാര്യം മാത്രമേ നോക്കാനുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നില്ല ഫസ്റ്റ് ഫൂട്ടിങ് അപ് ടു പ്ലിന്ത് വന്നത്. ദെൻ വരാന്തയുടെ സൈഡ് വാളിന് എന്താണ് ഫസ്റ്റ് ഫൂട്ടിങ് ഉണ്ട്, സെക്കൻഡ് ഫൂട്ടിങ് ഉണ്ട്, ഫൂട്ടിങ് അപ് ടു പ്ലിന്ത് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതും എന്താണ് നമ്മൾ ഈ മെയിൻ വാൾസ് ചെയ്ത അതുപോലെ തന്നെയാണ് ചെയ്യുക. ഓക്കെ, ദെൻ അടുത്ത് ഡോർഫ് വാളിൻ്റെ പോർഷനിൽ എന്താണ് നമുക്ക് പറയാനുള്ളത്, അവിടെ എന്താണ് ഫൂട്ടിങ് അപ് ടു പ്ലിന്താണ്, അതായത് പ്ലിന്ത് വരെയുള്ള പോർഷനിലാണ് എന്ത് വരുന്നത്, ഫൂട്ടിങ് വരുന്നുണ്ടാവുക അല്ലേ. ഡോർഫ് വാൾ എന്ന് പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഡോർഫ് വാൾ എന്ന് പറയുമ്പം ഏകദേശം ഈ പോർഷനാണ് നമ്മളെ ഡോർഫ് വാൾ വരിക. അപ്പോൾ എന്താണ് അവിടെ വരുമ്പോൾ നമുക്ക് എന്താണ് അത്രയും പോർഷൻസ് കൊടുത്താൽ മതി, ഫൂട്ടിങ് അപ് ടു പ്ലിന്ത്. എന്നിട്ട് അതിൻ്റെ ഡയമെൻഷൻ ലെങ്ത്ത് എങ്ങനെ കിട്ടി എന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അത് നോക്കിയിട്ട് ചെയ്യുക. അടുത്തത് പ്ലിന്ത് വർക്കും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുക ഡാം പ്രൂഫ് കോസിങ് ആണ്. അപ്പോൾ ഈ ഡാം പ്രൂഫ് കോസ് ആദ്യം എവിടെ ഈ സ്ട്രക്ചറിൽ കൊടുക്കുന്നു എന്നുള്ളതൊരു ഐഡിയ ഉണ്ടാക്കുക. ഓക്കെ,
അപ്പോൾ ഇതാണ് നമ്മളെ പ്ലാൻ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സെക്ഷൻ്റെ ഇവിടുന്ന് അങ്ങോട്ട് എല്ലായിടത്തും നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ടാവും, ഡാം പ്രൂഫ് കോഴ്സ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഡാം പ്രൂഫ് കോഴ്സിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ടോട്ടൽ ബിഗ് ലെങ്ത്ത് തന്നെയാണ് എന്ത് 20.4 വരിക. പിന്നെ ഡാം പ്രൂഫ് കോഴ്സ് എത്ര വിഡ്ത്തിൽ കൊടുക്കണമെന്ന് നോക്കിയാൽ മതി, എത്ര ഡെപ്തിൽ കൊടുക്കണമെന്ന് നോക്കൂല. ഓക്കെ, ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നമ്മൾ സൂപ്പർ സ്ട്രക്ചറിലോട്ടാണ് കിടക്കുക, ബ്രിക്ക് വർക്ക്. അപ്പോൾ എന്താണ്, ഒരു റൂമുണ്ട്, ബാത്റൂമുണ്ട്, വരാന്തയുടെ സൈഡ് വാളുണ്ട്, അത്രയും ഭാഗത്ത് ബ്രിക്ക് വർക്ക് വന്നിട്ടുണ്ട്. ദെൻ പാരപ്പറ്റ്. ഇപ്പോൾ ഇതിൽ ഈ പ്ലാന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതിൽ പാരപ്പറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ റൂമിൻ്റെ മേലേക്കുള്ള പാരപ്പറ്റ് ഇവിടെയാണ്. അതേപോലെ തന്നെ നമ്മളെ വരാന്തയും ബാത്റൂം വാട്ടർ ക്ലോസറ്റിൻ്റെ അവിടുത്തെയും പാരപ്പറ്റ് ഇവിടെയാണ്. അപ്പോൾ ഈ പാരപ്പറ്റിൻ്റെ മേലെ നിന്ന് നമുക്ക് ഇത്ര ഹൈറ്റിൽ കയറിയാലാണ് ഈ റൂമിൻ്റെ ഇവിടെയുള്ള പാരപ്പറ്റിലോട്ട് എത്താൻ പറ്റുക. അപ്പോൾ ഇവിടെ 2 സെറ്റ് പാരപ്പറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പാരപ്പറ്റ് ഓവർ റൂമുണ്ട്, ഓവർ ബാത്തും ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, അതിനനുസരിച്ച് വേണം പാരപ്പറ്റിൻ്റെ ഡയമെൻഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ അടുത്തത് എന്താണ്, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഡയമെൻഷൻസ് എങ്ങനെ വന്നു എന്നുള്ളത് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ദെൻ നമ്മൾ ഈ ബ്രിക്ക് വർക്ക് സൂപ്പർ സ്ട്രക്ചറിൽ ചെയ്യുമ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം ചെയ്തപ്പോൾ പറഞ്ഞു, നമ്മൾ എന്ത് പറഞ്ഞായിരുന്നു, ഡോറ്, വിൻഡോ, ഷെൽഫൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഡിഡക്റ്റ് ചെയ്യണം. പോരാത്തതിന് RCC വർക്ക് ഉണ്ടെങ്കിൽ അതും കൂടെ ഡിഡക്റ്റ് ചെയ്യണം. കാരണം ബ്രിക്ക് വർക്കിൻ്റെ മാത്രം എസ്റ്റിമേഷനാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഈ ഡോറിൻ്റെ ഡയമെൻഷൻസ് ഒക്കെ എന്താണ്, നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അത് ഡയറക്റ്റ് അങ്ങോട്ട് അപ്ലൈ ചെയ്താൽ മതി. നമ്പേഴ്സ് എത്രമാത്രം നമ്പേഴ്സ് ഉണ്ട് എന്നുള്ളത് ഇട്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ദെൻ അടുത്തത് RCC വർക്കാണ്. RCC വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോറിൻ്റെ, നമുക്കറിയാം ലിൻഡൽ എന്ന് പറയുന്നത് തന്നെ എന്തെല്ലാം ഓപ്പണിംഗ് ഉണ്ടോ ആ ഓപ്പണിങ്ങിൻ്റെ മേലെയെല്ലാം ഉള്ള ബീംസ്, ആ ബീംസിലോട്ട് ലോഡ് ട്രാൻസ്ഫർ ചെയ്ത് വന്ന് ആ ഓപ്പണിങ്ങിൻ്റെ മേലെ ഉള്ള ഒരു കോൺക്രീറ്റിംഗ് അല്ലെങ്കിൽ ഒരു RCC പോർഷനാണ് ഈ ലിൻഡിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഓപ്പണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഡോറ്, 2 ഡോറ്, 2 വിൻഡോൻ്റെയും ഷെൽഫിൻ്റെയും ഒക്കെയാണ് നമ്മളെ ഓപ്പണിങ്സ്. അപ്പോൾ ആ ഓപ്പണിങ്സിൻ്റെ മേലേക്ക് RCC വർക്കും വരും അല്ലേ. അപ്പോൾ ആ RCC വർക്ക് ആൻഡ് ഡയമെൻഷനിങ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, എങ്ങനെ വന്നു എന്നുള്ളത് നോക്കിയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇവിടെ ക്വാണ്ടിറ്റി എഴുതാം. അപ്പോൾ ഇവിടെ ക്വാണ്ടിറ്റി ചെയ്യുമ്പോൾ എന്താണ്, ഈ ഡിഡക്ഷൻസ് ഫസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുക. എന്നിട്ട് ഈ ബ്രിക്ക് വർക്കിൻ്റെ സൂപ്പർ സ്ട്രക്ചറിൻ്റെ ഇവിടെ നമുക്കൊരു ക്വാണ്ടിറ്റി കിട്ടുമല്ലോ, ആ ക്വാണ്ടിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ക്വാണ്ടിറ്റി മൈനസ് ചെയ്താലാണ് ഇവിടെ കിട്ടുക. അതുകൊണ്ടാണല്ലോ നമ്മൾ ഡിഡക്ഷൻ എന്ന് പറയുന്നത് അല്ലേ. അടുത്തത് RCC വർക്കിംഗ് സൂപ്പർ സ്ട്രക്ചറിൽ വരുന്ന RCC വർക്കുകൾ ശ്രദ്ധിക്കുക. അപ്പോൾ റൂമിൻ്റെ റൂഫ് സ്ലാബ്, അതേപോലെ ബാത്റൂം വാട്ടർ ക്ലോസറ്റിൻ്റെയും വരാന്തയുടെ റൂഫ് സ്ലാബ്, അവിടെ രണ്ടിടത്തും എന്താണ് RCC വർക്ക് ഉണ്ടാവും. ദെൻ എന്താണ്, വരാന്ത ലിൻഡൽ ഓവർ ഡോസിന് RCC വർക്കുണ്ട്, വരാന്തയുടെ ലിൻഡലിനും RCC വർക്ക് ഉണ്ടാവും. അതേപോലെ സൺഷെയ്ഡ് പ്രൊജക്ഷനും RCC വർക്കാണ്. സൺഷെയ്ഡ് ഓവർ വിൻഡോ RCC ആണ്. എല്ലാ വിൻഡോസിൻ്റെ നേരെയും സൺഷെയ്ഡ്സ് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ എന്താണ് RCC വർക്കാണ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഡയമെൻഷനിങ് എങ്ങനെ കണ്ടു എന്നുള്ളതാണ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫിഗർ നോക്കി കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ ഈ ഓരോ സ്ലാബിൻ്റെയും ഡയമെൻഷനിങ്. നിങ്ങളത് കണ്ടുപിടിച്ചിട്ട് തന്നെ ചെയ്യുക. ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ തീരെയും ചെയ്യൂല. അതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാത്തത്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്നോട് പറയുക. പിന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില വാല്യൂസ് ഞാൻ റൗണ്ട് ചെയ്താണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ കറക്റ്റ് വാല്യൂ ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വലിയ കാര്യമാക്കേണ്ടത്. ഓക്കെ, പിന്നെ അടുത്തത് നമ്മൾ ഫിനിഷിംഗ് വർക്കിലോട്ടാണ് പോകുന്നത്. ഫിനിഷിംഗ് വർക്ക് ഏതൊക്കെയാണ്, പ്ലാസ്റ്ററിങ് ചെയ്യുന്നുണ്ട്, പെയിൻറ്റിങ്ങും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ പ്ലാസ്റ്ററിങ് ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ റൂംസ് ഏതൊക്കെയാണോ വരാന്തയുടെ, അതേപോലെ തന്നെ വരാന്തയുടെ ഒരു പോർഷനിലും പിന്നെ റൂമിൻ്റെ പോർഷനിലും ബാത്റൂമിൻ്റെ വാട്ടർ ക്ലോസറ്റിൻ്റെ ഭാഗത്തും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിൽ പ്ലാസ്റ്ററിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്ലാസ്റ്ററിങ് ചെയ്യുന്നതിൻ്റെ ഡയമെൻഷൻ, റൂമിൻ്റെ ഡയമെൻഷൻ, റൂമിൻ്റെ ലെങ്ത്തും ഡെപ്ത്തും, അതേപോലെ തന്നെ നമ്മുടെ വരാന്തയുടെ പോർഷൻ എടുക്കുകയാണെങ്കിൽ 3.4 വരുന്ന ആ ഭാഗം,
അതായത് ഇത്രയും വിടത്തിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഒരു സൈഡിൽ, കാരണം വരാന്തയുടെ ഡോഫ് വാളിൻ്റെ പോർഷനിൽ മാത്രമേ നമുക്ക് പ്ലാസ്റ്ററിങ് ചെയ്യേണ്ടാത്തുള്ളൂ, ബാക്കി പോർഷനിൽ നമുക്ക് പ്ലാസ്റ്ററിങ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, അത് ഇവിടെ എഴുതുക. ദെൻ ബാത്റൂം വാട്ടർ ക്ലോസറ്റിൻ്റെ 4 ചുമരും പ്ലാസ്റ്ററിങ് ചെയ്യണം, അതും എന്ത് ചെയ്യുക, ഇതിനകത്ത് എഴുതാം. ദെൻ അടുത്തത് എന്താണ്, വരാന്ത. അപ്പോൾ വരാന്ത എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഇവിടെ കൊടുത്തേക്കണത്, ഒന്ന് റൂമിൻ്റെ ഒരു സൈഡിൽ കൊടുക്കണതും പിന്നെ റൂമിലെ മറ്റേ 2 സൈഡിൽ കൊടുക്കണതിൻ്റെയും ഡയമെൻഷനിങ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ, ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യുന്ന വരാന്തയുടെ ഭാഗം എടുക്കുകയാണ്. അപ്പോൾ ബാക്ക് വാളിൽ കൊടുക്കും, അതേപോലെ തന്നെ 2 സൈഡ് വാൾസിൽ കൊടുക്കും, പിന്നെ ഫ്രണ്ട് വാളിലും കൊടുക്കും. ഓക്കെ, ഈ 3 സൈഡിലാണ് നമ്മൾ വരാന്തയിൽ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇത് പ്ലാസ്റ്ററിങ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ വാൾസിൻ്റെ അല്ലെങ്കിൽ ആ റൂംസിൻ്റെ ഡയമെൻഷനിങ് തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ തന്നിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യാം. ഓക്കെ, ദെൻ നമ്മൾ അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാംസ്, സിൽസ് ആൻഡ് സോഫിറ്റ് ഓഫ് ഷെൽഫ്. നമുക്കറിയാം, ഒരു ഷെൽഫ് എന്ന് പറയുമ്പോൾ അതിൽ ഷെൽഫിൽ നമ്മൾ തട്ട് എന്നൊക്കെ പറയുമല്ലേ, ആ ഭാഗത്തിനെയാണ് ഇവിടെ സിൽസ് എന്നുള്ളതുകൊണ്ടൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ളത്. സോഫിറ്റ് എന്ന് പറയുന്നത് ഷെൽഫിൻ്റെ മുകൾ ഭാഗത്ത് വരുന്ന ആ തള്ളി നിൽക്കുന്ന പോർഷനാണ് നമ്മൾ സോഫിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് എന്താണ്, ഇവിടെ നമ്മൾ അതിൻ്റെതും കൂടെ ഇവിടെ ഡയമെൻഷനിങ് കൊടുക്കണം. ആ ഡയമെൻഷനിങ് നമുക്ക് ഇതിനകത്ത് നമ്മളെ ക്വസ്റ്റ്യൻ തന്ന സമയത്ത് റെഫറൻസിൻ്റെ ഇതിൽ അതിൻ്റെ ഡയമെൻഷനിങ് ഷെൽഫിൻ്റെത് തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി, നമുക്ക് ഇവിടെ എഴുതിയാൽ മതി. ഓക്കെ, ദെൻ അടുത്തത് എന്താണ്, അടുത്തത് നമ്മുടെ വരാന്തയുടെ ജാംസ്. വരാന്തയുടെ ജാംസ് എന്ന് പറയുമ്പോൾ വരാന്തയുടെ താഴെ വരുന്ന ആ പോർഷൻ, വരാന്തയുടെ ജാംസ് എന്ന് പറയുമ്പോഴും നമ്മൾ ഇപ്പോൾ ജാമ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ആ ഡോറൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ ആ ഫിക്സ് ചെയ്യുന്ന ആ വേർട്ടിക്കൽ പോർഷനാണ്. നിങ്ങൾ ഡോസിൻ്റെയും വിൻഡോസിൻ്റെയൊക്കെ ഫിഗർ വരച്ച ഡ്രോയിങ്ങിൽ, ബിൽഡിംഗ് പ്ലാനിങ് ആൻഡ് ഡ്രോയിങ്ങിൽ വരച്ച ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും എന്താണ് ജാംസ് എന്നുള്ളതൊക്കെ. അതിൻ്റെ ഡയമെൻഷൻ കൊടുക്കാം. പിന്നെ ഡിഡക്ഷനിങ് ആണ്. ഡിഡക്ഷനിങ് ഡോർ ഓപ്പണിങ് D1 D2. ആ ഡോർ ഓപ്പണിങ്ങിൻ്റെ പോർഷൻസിലാണ് എന്ത് നമ്മൾ ഡിഡക്ഷൻ കൊടുക്കുന്നത്, ഏതിൽ, പ്ലാസ്റ്ററിങ്ങിൽ. അത് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അവിടെ മാത്രമേ നമുക്ക് ഡിഡക്ഷൻ്റെ ആവശ്യം വരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഡോറിൻ്റെ കാര്യങ്ങൾ മാത്രം പറഞ്ഞത്. വിൻഡോസിൻ്റെയിൽ നമുക്ക് ഡിഡക്ഷൻ്റെ ആവശ്യം വരുന്നില്ല. നിങ്ങൾക്കറിയാം ഡിഡക്ഷന് ഒരേ റൂൾസ് ഉണ്ടെന്നുള്ളത്. ആസ് പെർ റൂള് നമുക്ക് ഇതിൽ 2 ഡിഡക്ഷൻ വന്നുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ഓക്കെ, ഇനി അടുത്തത് പെയിൻറ്റിങ് ആണ്. പെയിൻറ്റിങ് നമുക്കറിയാം, പ്ലാസ്റ്ററിങ് ചെയ്ത അതേ പോർഷനിൽ തന്നെയാണ് നമുക്ക് പെയിൻറ്റിങ് ചെയ്യുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ അത് തന്നെ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇവിടെ എഴുതിയാൽ മതിയാവും. ഓക്കെ, ദെൻ അടുത്തത് എന്താണ്, ഡിഡക്ഷൻസും ആസ് ദ സെയിം ആണ്. നമ്മൾ ഡോർ ഓപ്പണിങ്സിൽ നമ്മൾ ഡിഡക്ഷൻസ് എവിടേക്കാണ് വരിക എന്നുള്ളത് നോക്കുക. ദെൻ നമ്മളെന്താണ്, പെയിൻറ്റിങ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഇപ്പോൾ D1 D2 ഡിഡക്ഷനിൽ വരും അല്ലേ. പക്ഷെ എന്താണ്, റൂമിൻ്റെ സീലിംഗ്, ബാത്റൂമിൻ്റെ സീലിംഗ്, വരാന്തയുടെ സീലിംഗ്, അവിടെയൊക്കെ എന്താണ് നമ്മൾ പെയിൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഡിഡക്ഷനിൽ എഴുതിയെന്ന് വെച്ചിട്ട് ഇത്രയും പോർഷനേ നമുക്ക് എന്തുള്ളൂ, ഡിഡക്ഷനായിട്ട് വരുന്നുള്ളൂ. ഓക്കെ, ഈ സീലിങ്ങിൻ്റെ, റൂമിൻ്റെ സീലിങ്ങും ബാത്റൂമിൻ്റെ സീലിങ്ങും വരാന്തയുടെ സീലിങ്ങും എന്താണ്, നമുക്ക് പെയിൻറ്റ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത്രയും പോർഷനാണ് നമ്മളിതിൻ്റെ എസ്റ്റിമേഷനിൽ പറയുന്നത്. ദെൻ ഇവിടെ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കുന്നത് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരുന്നു. പക്ഷേ അത് ഇതിൻ്റെ ബാക്കി പോർഷൻ അടുത്ത പേജിലായിപ്പോയി. അപ്പോൾ നിങ്ങളത് എഴുതിയെടുക്കുമ്പം ശ്രദ്ധിക്കുക. ഞാൻ നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യാനുള്ള കുറേ പോർഷൻസ് ഇതിൽ ലീവ് ചെയ്ത് വിട്ടിട്ടുണ്ട്. അത് നിങ്ങൾ സ്വന്തമായി ചെയ്യുക. ഈ പ്ലാന് ഡീറ്റെയിലായിട്ട് വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.